യേശുവിൻ നാമം ശാശ്വതനാമം, ക്ലേശമശേഷവും നീക്കും നാമം. വിശ്വസിക്കുന്നവർ ആശ്രയിക്കുന്നതും ആനന്ദിക്കുന്നതും ആശ്വസിക്കുന്നതുമായ നാമം അനുദിനം പുകഴ്ത്തുക നാം, അനുദിനം പുകഴ്ത്തുക നാം. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. മലാക്കി പ്രവാചക പുസ്തക പഠനത്തിലാണല്ലോ നാം ഈ ദിവസങ്ങളിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലകളിൽ പല കാര്യങ്ങളെ ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിച്ചു. മലാക്കി പ്രവാചക പുസ്തകം ഒരു കോടതി മുറി പോലെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ തെറ്റുകാരായിട്ടുള്ള മനുഷ്യരുണ്ട്, വാദിക്കാൻ വക്കീലുണ്ട്, പ്രധാന വ്യക്തി എന്ന നിലകളിൽ അവിടെ ഒരു ജഡ്ജിയുണ്ട്. ഇവിടെ ജഡ്ജി നമ്മുടെ യഹോവയാം ദൈവം. അവിടെ വാദിക്കുന്ന ഒരു വക്കീലിനെ പോലെ എന്ന് പറഞ്ഞാൽ ഇതിന് ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലകളിൽ മലാഖി എന്ന പ്രവാചകനും, കുറ്റക്കാരായി നിൽക്കുന്നവർ, പിടിക്കപ്പെട്ട കുറ്റക്കാരെ പോലെ ആയിരിക്കുന്നവർ ഇസ്രായേൽ ജനവുമാണ്. അപ്പോൾ ദൈവം മലാഖി മുഖാന്തരം ഇസ്രായേലിനോട് അവരുടെ കുറ്റത്തെ ബോധ്യമാക്കി കൊടുക്കുന്ന ഒരു പുസ്തകമാണ് ഈ പഴയ നിയമത്തിലെ ഒടുവിലത്തെ പുസ്തകം. അതിനൊരു പ്രതിവിധി കൂടി ദൈവം പറയുന്നുണ്ട്. മാത്രമല്ല, ദൈവം ചെയ്ത കാര്യം എന്താണ്, ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്. അപ്പോൾ ദൈവം ഇവർക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, അവരുടെ നന്മയ്ക്ക്, അവരുടെ അനുഗ്രഹത്തിന്, അവരുടെ സന്തോഷത്തിന്, അവരുടെ ഉയർച്ചയ്ക്ക്, അവർ ദൈവത്തെ സ്നേഹിച്ചും ഭയപ്പെട്ടും ജീവിക്കേണ്ടതിന് എന്തെല്ലാം നന്മകൾ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നത് ദൈവം അവരെ ഓർമ്മിപ്പിക്കുമ്പോൾ തന്നെ അവർ ചെയ്ത കുറ്റവും കൂടി അവരെ അവിടെ ബോധ്യമാക്കി കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. മലാഖിയിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം യഹോവയാം ദൈവം ഇസ്രായേലിനെ അറിയിക്കുന്നത്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരും നിന്ന് വാദിക്കുകയാണ്. ഞങ്ങൾ കുറ്റക്കാരല്ല, ഞങ്ങൾ തെറ്റുകാരല്ല, ഞങ്ങൾ ചെയ്തത് ശരിയാണ് എന്ന മനോഭാവമാണ് ഇന്നും ഇസ്രായേലിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ദൈവവും മറുഭാഗത്ത് ഇസ്രായേലും നേർക്ക് നേരെ സംസാരിക്കുന്ന ഒരു രീതിയാണ് ഈ പുസ്തകത്തിൽ നാം കാണുന്നത്. പ്രിയമുള്ളവരെ, ഈ പുസ്തകം നാം പഠിക്കുമ്പോൾ ഏതൊരു പുസ്തകത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു താക്കോൽ വാക്യമുണ്ട്. അപ്പോൾ ഒരു പുസ്തകം നാം പഠിക്കുമ്പോൾ ആ പുസ്തകത്തിനൊരു താക്കോൽ വാക്യമുണ്ട്. ഒരധ്യായം നാം പഠിക്കുമ്പോൾ ഒരധ്യായത്തിന് ഒരു താക്കോൽ വാക്യമുണ്ടാകും. ഒരു പാരഗ്രാഫ് നാം പഠിക്കുമ്പോൾ ആ പാരഗ്രാഫിനും ഒരു താക്കോൽ വാക്യമായിട്ട് ഒരു വാക്യമോ ഒരു വാക്കോ നാം കാണാനായിട്ടിടയാകും. ഈ മലാഖിയിൽ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ പല വാക്യങ്ങളെയും താക്കോൽ വാക്യമായിട്ട് കാണാറുണ്ട്. ഞാനതിനെതിരല്ല. ദൈവം അവർക്ക് നൽകിയ പ്രകാശമനുസരിച്ചാണ് അവർ ആ കാര്യങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മലാക്കി പ്രവാചക പുസ്തകത്തിൽ ദൈവം ഇസ്രായേലിനോട് വളരെ ശക്തമായിട്ട് സംസാരിക്കുന്ന ഒരു വാക്ക് ഈ 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന പ്രകാശമനുസരിച്ച്, ആലോചനയനുസരിച്ച് ഒരു താക്കോൽ വാക്യമായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അത് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്. ഞാനതിനെതിരല്ല. മറ്റ് ദൈവദാസന്മാർ പറഞ്ഞ താക്കോൽ വാക്യങ്ങളെ സംബന്ധിച്ചും ഞാൻ എതിരല്ല. പക്ഷെ ഞാൻ ഈ പുസ്തകം പഠിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചതിനനുസരിച്ചാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. നിങ്ങൾക്ക് അത് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അത് വ്യക്തിപരമായ താല്പര്യമാണ്.
എന്നാൽ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ അധ്യായത്തിൻ്റെ ഈ 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം അത് ഈ പുസ്തകത്തിലെ ഒരു താക്കോൽ വാക്യമായിട്ട് ഏറ്റവും യോജിക്കുന്ന ഒന്നായിട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ആ വാക്യത്തിന് വളരെ പ്രത്യേകതയുണ്ട്. പിന്നീട് ഈ വാക്യങ്ങൾ, ഈ അധ്യായങ്ങളൊക്കെ നാം പഠിക്കുമ്പോൾ ഞാൻ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതായിരിക്കും. എന്നാൽ ഇന്ന് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലകളിൽ മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ്. പ്രിയമുള്ളവരെ, ഈ പുസ്തകം മുഴുവനായി നാം പഠിക്കുമ്പോൾ ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ ദൈവം മനുഷ്യന് നൽകിയ നന്മകൾ, ഉപകാരങ്ങൾ, അനുഗ്രഹങ്ങൾ, അവർ സന്തോഷമായി ജീവിക്കുവാൻ, അവർ ദൈവത്തെ ഭയപ്പെടുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാം ചെയ്തുവോ അതെല്ലാം ദൈവം പറയുമ്പോഴും ഇസ്രായേൽ അതിനെതിരെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ച ഈ ജനം ദൈവത്തിന് എതിരെ നിന്ന് സംസാരിക്കുന്ന ഒരു വിധം, ഒരു രീതി ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ദൈവം ഈ ജനത്തെ സ്നേഹിച്ചുകൊണ്ട് അവരോട് പറയുന്ന ശ്രേഷ്ഠമായൊരു വാക്കാണ് ഈ 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. എന്താ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഞാൻ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഇങ്ങനെയാണ്: യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. 2 കാര്യങ്ങളാണ് ദൈവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, യഹോവയായ ഞാൻ മാറാത്തവൻ. ദൈവം തന്നെക്കുറിച്ച് തന്നെ, തൻ്റെ ജീവിതത്തെക്കുറിച്ച്, തൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, തൻ്റെ രീതിയെക്കുറിച്ച്, താൻ എങ്ങനെയുള്ള ആളാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടൊരറിവ് ആ ഒറ്റ വാക്കിൽ നൽകിയിരിക്കുക. ഞാൻ മാറാത്തവൻ, യഹോവയായ ഞാൻ മാറാത്തവൻ, ദൈവമായ ഞാൻ മാറാത്തവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വഭാവം മാറ്റുന്നവനല്ല, ഞാൻ മാറാത്ത ദൈവമാണ്. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം, തൻ്റെ പ്രവൃത്തിയിൽ മാറാത്ത ദൈവം, കരുണയിൽ നിന്ന് മാറാത്ത ദൈവം, ദൈവസ്നേഹത്തിൽ നിന്ന് മാറാത്തവനായ ദൈവം. വിശദീകരിക്കുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇസ്രായേലിനോട് ദൈവം സംസാരിക്കുകയാണ്, ഞാൻ ഇന്ന് വരെയും നിങ്ങളോടുള്ള ബന്ധത്തിൽ എൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തിയിട്ടില്ല. നിങ്ങളോടുള്ള കരുണയിൽ, നിങ്ങളോടുള്ള ദയയിൽ, നിങ്ങളോടുള്ള സ്നേഹത്തിൽ, നിങ്ങളോടുള്ള അനുകമ്പയിൽ, നിങ്ങളോടുള്ള എൻ്റെ ഏതൊരു കാര്യത്തോടുള്ള ബന്ധത്തിലും ഞാൻ ഇന്ന് വരെയും മാറ്റം വരുത്തിയിട്ടില്ല. ഞാൻ മാറാത്തവനാണ്. മാറിയത് നിങ്ങളാണ്, ഞാൻ മാറിയിട്ടില്ല. ദൈവം അവരോട് സംസാരിക്കുകയാണ്, ഞാൻ ഇന്ന് വരെയും മാറിയിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ മാറിയിട്ടില്ല, എനിക്ക് മാറാൻ കഴിയുകയില്ല. പിന്നെയോ അവിടെ പറയുകയാണ്, അതുകൊണ്ട് എന്തുകൊണ്ടാണ്? ഞാൻ മാറാത്തവനായതുകൊണ്ട്. എന്നിട്ട് പറയുകയാണ്, യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. ഇതൊക്കെ വളരെ വിശദീകരിക്കേണ്ട കാര്യമാണ്. പിന്നീട് നാം ഇതോരോ ഭാഗങ്ങൾ പഠിച്ചു വരുമ്പോൾ വിശദീകരിക്കാം, ഈ യാക്കോബിൻ്റെ പുത്രന്മാരെ എന്നുള്ള വിളിയൊക്കെ. എന്നാൽ ഇവിടെ ഞാൻ ആ ഒറ്റ കാര്യം പറയട്ടെ, അതുകൊണ്ട് നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. ഞാൻ മാറാത്തവനായതുകൊണ്ട് നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. 2025 നാം പ്രവേശിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ സമയങ്ങളിലാണ് നാം ഈ ദിവസങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ മാറ്റമില്ലാത്തവനായി ദൈവം, മാറാത്തവനായി ദൈവം നമ്മെ സ്നേഹിക്കുകയും കരുതുകയും നമ്മളോട് ക്ഷമിക്കുകയും നമ്മളോട് പൊറുക്കുകയും നമ്മളെ സൗഖ്യമാക്കുകയും നമ്മളെ വീണ്ടെടുക്കുകയും നമ്മെ കരുതുകയും നമ്മളെ സൂക്ഷിക്കുകയും നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകിത്തരികയും നമ്മെ സ്നേഹിച്ച് ക്ഷമിച്ച് കരുതി മുമ്പോട്ട് ഇതുവരെയും ദൈവം നടത്തി എന്നുള്ളത് ദൈവത്തിൻ്റെ മാറ്റമില്ലായ്മയെ, ആ സ്നേഹത്തെ കാണിക്കുക. എന്നാൽ ദൈവം ഇസ്രായേലിനോട് ഈ മലാഖിയിൽ പറയുന്നത് പോലെ അവിടെ അതുകൊണ്ട്
നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. എന്നോടും താങ്കളോടും ദൈവം സംസാരിക്കുക. എന്താ അതിൻ്റെ കാര്യം? ദൈവം അങ്ങനെ പറയാൻ കാര്യം, ഞാൻ ഇന്ന് വരെ മാറിയിട്ടില്ല, പക്ഷെ നിങ്ങൾ മാറി. ഇസ്രായേലിനോട് പറയുന്ന അതേ കാര്യം തന്നെ ദൈവം നമ്മളോടും സംസാരിക്കുന്നു. നിങ്ങൾ മാറിയിരിക്കുന്നു. നിങ്ങൾ മാറിയെങ്കിലും ഞാൻ മാറാത്തവനായതുകൊണ്ട് നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. അതാണ് ദൈവം പറയുന്നത്. നിങ്ങൾ മാറി, നിങ്ങളുടെ സ്വഭാവം മാറി, നിങ്ങളുടെ ജീവിത രീതി മാറി, നിങ്ങളുടെ ദൈവഭയം മാറി, ദൈവത്തോടുള്ള ഭക്തി മാറി, അതിനൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു, ഏറ്റക്കുറച്ചിലുകൾ വന്നു. നിങ്ങളിന്ന് എവിടെയാണ്, എങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ശരിയായ ഒരു ബോധമില്ലാത്തൊരു അനുഭവത്തിലേക്ക് മാറിയിരിക്കുന്നു. പക്ഷേ എങ്കിലും മാറ്റമില്ലാത്തവനായ ഞാൻ, മാറാത്തവനായതുകൊണ്ട്, ഞാൻ എൻ്റെ സ്വഭാവം മാറ്റിയിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇന്നും മുടിഞ്ഞു പോകാതിരിക്കുന്നു. 2025 പ്രവേശിച്ചിരിക്കുന്ന നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് എൻ്റെയും താങ്കളുടെയും കഴിവ് കൊണ്ടോ മിടുക്കുകൊണ്ടോ എന്തെങ്കിലും നന്മ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പണം കൊണ്ടോ കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ബന്ധുബലം കൊണ്ടോ ഒരു കാര്യവും കൊണ്ടുമല്ല. പിന്നെയോ ദൈവം തൻ്റെ ദയ നമ്മളിൽ നിന്ന് മാറ്റാതിരിക്കുന്നത് കൊണ്ടാണ്. തൻ്റെ കരുണ നമ്മളിൽ നിന്ന് മാറ്റിയില്ല, തൻ്റെ സ്നേഹം നമ്മളിൽ നിന്ന് മാറ്റിയില്ല, തൻ്റെ അനുകമ്പ നമ്മളിൽ നിന്ന് മാറ്റിയില്ല, തൻ്റെ സ്വഭാവം ദൈവം ത്യജിച്ചിട്ടില്ല, മാറിയിട്ടില്ല. ദൈവം ഇന്നും ദയോടെ, സ്നേഹത്തോടെ, കരുണയോടെ എന്നെയും താങ്കളെയും സ്നേഹിച്ച് പരിപാലിച്ച് ഈ 25 പ്രവേശിപ്പിച്ചിരിക്കുമ്പോൾ, സ്നേഹിതരെ, ദൈവം പറയുന്നു, ഞാൻ മാറിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. നാം ഇനി എന്തു ചെയ്യണം? നാം മാനസാന്തരപ്പെടണം, മടങ്ങി വരണം. മാനസാന്തരപ്പെടണം, മടങ്ങി വരണം. അത് ദൈവം ആഗ്രഹിച്ച് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ 2025 ആരംഭത്തിൽ തന്നെ ഒരു വലിയ മാറ്റം നമ്മളിൽ ഉണ്ടാകുവാൻ, മാറാത്ത ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പൊന്ന് നാം മഹത്വപ്പെടട്ടെ.